മാതാ അമൃതാനന്ദമയി അമ്മ എന്ന പേര് ദുരുപയോഗം ചെയ്യുന്ന ഒരു ഫ്രോഡിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വളരെ വളരെ വ്യക്തവും ശക്തവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വെറും മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു യുവതി അല്ലെങ്കിൽ അമ്മച്ചി എങ്ങനെ ഇത്ര വലിയ ചൈതന്യേശ്വരിയായ ദേവിയായി മാറി എന്ന കഥയിലേക്ക് പോകാം. ട്രാവൽ വിത്ത് സബ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബ. കടപ്പുറത്ത് മീൻ വിറ്റ് കൊണ്ട് നടന്നിരുന്ന കടപ്പുറം സുധാമണി ചേച്ചി എങ്ങനെ ഇത്ര പെട്ടെന്ന് മാതാ അമൃതാനന്ദമയായി മാറി? അനേകായിരം നേഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജ് ആശുപത്രികളും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലും പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. ദ ഇലുമിനാറ്റി ലീഡർ അമൃതാനന്ദമയി സുധാമണി, മീൻകാരി സുധാമണി, അമൃതാനന്ദമയായ കഥ. അവയവ കച്ചവടം പോലെയുള്ള പല പല നാറിയ കളികളും കളിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടാണെന്നുള്ള ഓർക്കണം. ആരെങ്കിലും പാവപ്പെട്ട നിർധനരായ ആൾക്കാർ വരും സഹായം ചോദിച്ച്, അല്ലെങ്കിൽ ചികിത്സ തേടി. അവരെ ഫ്രീ ആയിട്ട് ചികിത്സിക്കും. പകരം എന്തോ ചെയ്യും? നൈസിന് കിഡ്നിയെ തട്ടും. ആരറിയാൻ പോകുന്നു? ആരും അറിയൂ. പിന്നെ ഇവർക്ക് ഇത്രയും കോടി രൂപയൊക്കെ എങ്ങനെ വരുന്നത്? പിന്നെ കള്ളപ്പണം ഒഴുകുന്നുണ്ട്. വിടില്ല, ഇതൊന്നും ആരും പുറത്ത് വിടില്ല. മീഡിയക്കെല്ലാം പങ്കുണ്ട്. മീഡിയക്കാർ, പോലീസുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെല്ലാം ചേർന്നുള്ള കളികളാണ് സുഹൃത്തുക്കളെ. പൊതുജനം അറിയണം, അറിയുക തന്നെ വേണം. ഇവിടെ നമുക്ക് വേണ്ടുന്ന തെളിവിനായിട്ട് നമ്മളിവിടെ ഒരു സ്ക്രീൻഷോട്ട് വയ്ക്കാം. പുള്ളിയുടെ പേര് നാരായണൻ KP എന്നാണ്. അദ്ദേഹം അമൃതാനന്ദമയി ആശ്രമത്തിലെ ഒരു ആളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-30 വർഷമായിട്ട് അവിടുത്തെ ഒരു വിശ്വസ്തനായിരുന്നു. പിന്നെ എന്തൊക്കെയോ പണത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോൾ ആളിനെ അമൃതാനന്ദമയി തുപ്പി ചവിട്ടി പുറത്താക്കി. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല. ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല. ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം, ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ
പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ ഒരു സാധാരണ പുള്ളിക്കാരൻ്റെ അറിവും സംഭവത്തോടു കൂടി ആയിരുന്നാണ് ഇതിനു മുമ്പ് അവർ FD ഇട്ടത്. ഇത്രയും ലക്ഷങ്ങളൊക്കെ കിട്ടുകയും അടക്കട്ടൻ്റെ അക്കൗണ്ട് എന്ന് വിചാരിച്ച് അളിയെ ഇട്ടിരുന്നതാണ്. അത് ഒരു സുപ്രഭാതം ഇയാൾ പൈസയൊക്കെ ഇട്ടിട്ട് അളിയെ പോവാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് പോവാന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇത് പൈസ ഇത്ര ഇവരങ്ങ് വിഡ്രോ ചെയ്തു. പൈസ ബാങ്കുകാരും അമൃതയും കൂടെ നൈസിന് പൈസ അങ്ങോട്ട് വിഡ്രോ ചെയ്ത് എന്നിട്ട് നീ പോയിക്കോളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ അല്ല, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാണ്, പുള്ളിക്കാരൻ എന്താ ഇപ്പോഴും പറയുന്നത് അമ്മ എന്നാണ്. അമ്മ എന്നുള്ള വാക്കിനൊരു ഇതില്ല. എന്താണ് ബ്രോ ഇത്? പുള്ളി ഇപ്പോഴും അവരെ അമ്മ എന്ന് വിളിച്ച് തന്നെയാണ് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, അതല്ല ചിരി വരുന്നതാണെന്നല്ല. ഈ അളിയൻ ഇതാണെങ്കിൽ പൈസ കിട്ടുമല്ലോ, അതായിട്ട് നൈസിന് മുങ്ങാല്ലെന്ന് വിചാരിച്ച് ഇത്രയും കോടി കിടക്കില്ല, ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ കിടക്കില്ല, അതായിട്ട് നൈസിന് വീരാന്ന് വിചാരിച്ചിരുന്നേ. മുമ്പിൽ പോയി സംഭവം ചെയ്യുക. ഇവരിത് ബാങ്കുകാരും ഇവരും ചേർന്ന് പൈസ വിഡ്രോ ചെയ്തു, പൈസ പിൻവലിച്ചു. മറ്റേ അവരെ പൈസ ആണല്ലോ, സ്വന്തം പൈസ അങ്ങനെ വല്ലവനും കൊടുക്കണ്ടായിരുന്നില്ല. ഇവർ പൈസ പിൻവലിച്ചു. ഇയാൾ ഓടി നമ്മുടെ പിണറായി വിജയനും പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തു. എന്തുപയോഗം? ഇവരെല്ലാം അമ്മയുടെ ശിഷ്യന്മാരല്ലേ ചേട്ടന് ഇത്ര നാളായിട്ട് കാര്യം പിടി കിട്ടിയില്ല. ഇവരെല്ലാം അമ്മയുടെ ശിഷ്യന്മാരല്ലേ? എടി സുധാമണിയെ പേടിക്കുന്നവർ കൊല്ലം ജില്ലയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ അമൃതമ്മയുടെ മഠത്തിൻ്റെ ഇപ്പുറത്താണ് വീട് എന്നൊക്കെ പറഞ്ഞ് ഒരു പയ്യനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ കരുനാഗപ്പള്ളി ആ ഭാഗത്തുള്ള സംസാരിച്ചപ്പോൾ ഞാൻ പറയാടാ, എന്തുകൂടാ അവരില്ല കടപ്പുറത്ത് മീൻ കച്ചവടം ചെയ്ത് നടന്ന വെണ്ണുമ്പിള്ളിൻ്റെടാ, അവരെയൊക്കെ നിങ്ങൾ ദൈവമായിട്ട് ഞങ്ങൾ ദൈവമായിട്ട് കാണുന്നില്ലടിയ. പക്ഷെ നീ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഏരിയയിലൊന്നും വന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ ചിന്തിച്ചടിയാ, അങ്ങനെ പറയാൻ നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നീ ജീവനോടെ തിരിച്ചു പോകത്തില്ല അവിടുന്ന്. കാരണം ഫുള്ള് അവരുടെ രാജ്യമാക്കിയിട്ടൊക്കെയാണ്. പ്രജകൾക്കെല്ലാം പൈസ ആവശ്യത്തിന് കൊടുത്തിട്ടിരിക്കുക. ആരും നമ്മെ കുറ്റം പറയാനും നൈസിന് തട്ടിയേറെ നരബലി പക്ക്. അത് കടപ്പുറത്തെ മണ്ണി കുഴിച്ചിടുക, തിരവന്നടിക്കും വെടി വരും. അളിഞ്ഞ ശരീരം ആരും നോക്കാൻ എന്ത് കേസ്? നോ കേസ് വിത്ത് പവർ ഹാൻഡ്സ്. ഈ പാവം ഈ ചേട്ടൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾ ശരിക്കും എൻ്റെ കാര്യവും എൻ്റെ ഒരു അങ്ങനെ എടുക്കൂടെ എന്തുവാടാ പേടിപ്പിക്കാടാ പോയിനടാ എല്ലാം ഉണ്ടോ. അയാൾ ആശ്രമം വിട്ടു പോയപ്പോൾ പണം അപഹരിച്ചാണ് പോയതെന്ന് പറഞ്ഞ് അയാളുടെ പേരിൽ കള്ളക്കേസിട്ട് FIR ഇട്ടു. അതുപോലെ തന്നെ 30 വർഷം ആശ്രമത്തിൽ നിന്നിട്ടുള്ള പറഞ്ഞു വരുമ്പോൾ അവസാനം ചേട്ടന്റെയും ഗതി ഇതൊക്കെ തന്നെയാവാനാണ് സാധ്യത. അതുകൊണ്ട് ആശ്രമം വിട്ടുപോയി. അവർ 10 വർഷം സ്കൂളിന്റെ പ്രിൻസിപ്പാളായിരുന്നു. അവർ പണം അപഹരിച്ചു എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുക 90 ദിവസം അഘോരിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ചേട്ടൻ ഇനി പുതിയ വേഷം ഇട്ട് സന്യാസത്തിനൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ചേട്ടൻ വല്ല അഘോരിയായിട്ട് വല്ല മറ്റേ കാശിയിലോ രാമേശ്വരത്തോ എവിടെയെങ്കിലും പോയിട്ട് അവിടെ സെറ്റിലാവുന്നതായിരിക്കും ചേട്ടന് നല്ലത്.